കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഫോക്കസ് 4.0, അതായത് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ബ്ലോക്ക് ഏതാണ് അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പർ MA ഇംഗ്ലീഷിന്റെ MEG01 ബ്രിട്ടീഷ് പോയട്രി എന്ന പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ഈ ഒരു സീരീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മളുടെ റിവിഷൻ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റഡീസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ എക്സാം നമുക്ക് നെക്സ്റ്റ് മന്ത് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതൊക്കെയാണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ കൃത്യമായിട്ട് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലുള്ളതായിരിക്കും, ഏത് ബ്ലോക്കിൽ നിന്നായിരിക്കും, ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നല്ലൊരു റിവിഷനും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഇനിയെങ്കിലും നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോയാലേ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്സ് സ്കോർ ചെയ്തിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റുക. സോ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് MEG01 ബ്രിട്ടീഷ് പോയട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ് ഏതാണ്, ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം. പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു ഗൈഡ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയൊരു പ്ലാന്, ആദ്യമേ നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തും. ഓരോ ബ്ലോക്കിനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചും അതിന്റെ റെലവൻസിനെ കുറിച്ചും മനസ്സിലാക്കും. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് ആൻഡ് ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ്. അതുപോലെ തന്നെ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ്, പ്രഡിക്ഷൻ. ആൻഡ് ദെൻ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, ഒരു മോക്ക് പേപ്പർ പ്രഡിക്റ്റീവ് പേപ്പർ ആണ്, ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പേപ്പർ. നെക്സ്റ്റ് ഇസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അനാലിസിസ് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ റിവിഷൻ നല്ല രീതിയിൽ സ്ട്രാറ്റജിക്കൽ ആയിട്ട് പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സാംസിനെ കോൺഫിഡന്റോട് കൂടി ഫേസ് ചെയ്യാനും ഈ ഒരു ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് is syllabus mapping by blocks, units and topics with exam relevance. Block 2, Unit 10, Spencer's Emeriti Sonnets 11 തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത്. 11 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ റെലവൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് 3, Unit 13, Metaphysical Poetry by John Donne. 13 തവണയാണ് നമ്മൾ ചോദ്യം പേപ്പറിൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് ഹൈ റെലവൻസ് ആണല്ലോ. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 4, Unit 20, ലിസിഡാസ് ബൈ മിൽട്ടൺ. മിൽട്ടന്റെ ലിസിഡാസ് എന്നുള്ള പോയട്രിനെ കുറിച്ചുള്ള ചോദ്യം 10 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ റെലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 5, Unit 24. യൂണിറ്റ് 24 മാക് ഫ്ലെക്നോയ് ബൈ ഡ്രൈഡൻ. ഡ്രൈഡന്റെ മാക് ഫ്ലെക്നോയ് എന്ന് പറയുന്ന പോയട്രിനെ കുറിച്ചിട്ട് ചോദിച്ചിരിക്കുക 8 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്.
നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 6. ബ്ലോക്ക് 6 യൂണിറ്റ് 30 കുബ്ല ഖാൻ ബൈ കോൾറിഡ്ജ്. കോൾറിഡ്ജിന്റെ കുബ്ല ഖാൻ എന്ന് പറയുന്ന ഈ പോയട്രി യൂണിറ്റ് 30 12 തവണയാണ് ചോദ്യപേപ്പറിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇത് പ്രയോറിറ്റി അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. ആൻഡ് ബ്ലോക്ക് 9 യൂണിറ്റ് 45 ദ വേസ്റ്റ് ലെൻഡ് ബൈ TS Eliot. TS Eliotന്റെ വേസ്റ്റ് ലെൻഡ് 10 തവണയാണ് ചോദ്യപേപ്പറിൽ ഈ ഒരു ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. സോ ദ റെലവൻസ് ഇസ് ഹൈ. നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 10 യൂണിറ്റ് 49 പോയട്രി ബൈ ഫിലിപ്പ് ലാർക്കിൻ. ഈ ഒരു യൂണിറ്റിൽ നിന്നും 7 തവണയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ദ റെലവൻസ് ഇസ് കമ്പാരിറ്റീവ്ലി മീഡിയം റെലവൻസ്. ആൻഡ് ബ്ലോക്ക് 9 യൂണിറ്റ് 44 സെയിലിംഗ് ടു ബൈസാൻഷ്യം ബൈ ഇറ്റ്സ്. ഇറ്റ്സിന്റെ സെയിലിംഗ് ടു ബൈസാൻഷ്യത്ത് എന്ന് വന്നിരിക്കുന്നത് 9 തവണയാണ്. സോ കമ്പാരിറ്റീവ്ലി റെലവൻസ് ഇസ് മീഡിയം. ആൻഡ് ബ്ലോക്ക് 7 യൂണിറ്റ് 33 ഹൈപ്പറിയൻ ബൈ കീറ്റ്സ് 4 തവണയാണ്. സോ കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബ്ലോക്ക് 1 യൂണിറ്റ് 5 കാൻറ്റർബറി ടെയിൽസ് ബൈ ചോസർ. ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസ് നിന്ന് 5 തവണയാണ് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. സോ കമ്പാരിറ്റീവ്ലി മീഡിയം റെലവൻസ്. നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആസ് പെർ ബ്ലോക്ക് നമുക്ക് കാണാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് നമ്മളൊരു ബാർ ഗ്രാഫിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടി മനസ്സിലാക്കാവുന്ന രീതിയിൽ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ബ്ലോക്കും, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, മീഡിയം ലെവൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ബ്ലോക്ക് 9 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു ബ്ലോക്കാണ്. നെക്സ്റ്റ് നമ്മൾ ഹീറ്റ് മാപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബ്ലോക്സ് വേഴ്സസ് യൂണിറ്റ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 5 നിന്ന് 5 തവണ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ബ്ലോക്ക് 10 യൂണിറ്റ് 49 7 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 10 11 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 13 ടൈംസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 20 10 ടൈംസ്. ബ്ലോക്ക് 5 യൂണിറ്റ് 24 8 ടൈംസ്. Block 6 unit 30 12 times. Block 7 unit 33 4 times. Block 9 unit 44 9 times and unit 45 10 times. ഇത്രയുമാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത് ബ്ലോക്കും യൂണിറ്റും. ഇനി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 10 തവണ ഒരു ചോദ്യപേപ്പറിൽ ആ ഒരു ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10ലും കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഹൈ പ്രയോറിറ്റി ഓർ ഹൈ റെലവൻസ്. ആൻഡ് മീഡിയം എന്ന് പറയുന്നത് 5 മുതൽ 9 തവണ ആ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മീഡിയം റെലവൻസ് ആണ്. 5ഉം 5ൽ താഴെയുമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഹാസ് ലോ റെലവൻസ് കമ്പയർ ടു അതേഴ്സ്. ഇനി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ കണ്ട ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു സീരീസ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന മാപ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മെറ്റാഫിസിക്കൽ പോയട്രി, ജോൺ ഡെന്നെ മെറ്റാഫിസിക്കൽ പോയട്രി 13 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുബ്ല ഖാൻ, കോൾറിഡ്ജിന്റെ കുബ്ല ഖാൻ 12 തവണയാണ്. സ്പെൻസേഴ്സ് എമെറിറ്റി 11 തവണയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഡിഫറെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം. മെയിൻ ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ക്രിട്ടിക്കൽ ആപ്രിസിയേഷനും ഉണ്ടായിരിക്കും. ആദ്യം നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. എസ്സേ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 ആണ്. 20 മാർക്കിനായിരിക്കും ചോദിക്കുക. നമ്മൾ എഴുതേണ്ടത് ഒരു 500 വേർഡ്സിനെങ്കിലും നമ്മൾ ഉത്തരം എഴുതണം. 450 to 500 വേർഡ്സ് നമ്മൾ ഉത്തരം എഴുതണം. അതേപോലെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സിന്റെ ഫ്രീക്വൻസി 12 ആണ്. നമ്മൾ എഴുതേണ്ട ലെങ്ത് എന്ന് പറയുന്നത് എത്ര എഴുതണം എന്ന് ചോദിച്ചാൽ 250 മുതൽ 300 വേർഡ്സിൽ നമ്മൾ ഉത്തരം എഴുതണം. 10 അല്ലെങ്കിൽ 15 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇനി റെഫറൻസ് ടു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പോയട്രിയുടെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അത് ഏത് പോയറ്റിൽ നിന്നാണ്, അത് എഴുതിയ പോയറ്റ് ആരാണ്, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം.
അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അത് 10 അല്ലെങ്കിൽ 20 മാർക്കിനാണ് ചോദിക്കുക. നമുക്ക് 150 to 200 വേർഡ്സിലോ അല്ലെങ്കിൽ 200 എബവ് വേർഡ്സിലോ നമുക്ക് ഉത്തരം എഴുതാം. മാർക്കിനനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതണം. ഇനി ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതിന്റെ ഫ്രീക്വൻസി 8 ആണ്. 20 മാർക്കിനാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ 400 to 450 വേർഡ്സിൽ ഉത്തരം എഴുതണം. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി ഇതിന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. എസ്എ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 20 മാർക്കിനാണ് ചോദിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആൻസർ എഴുതണം. 450 to 500 വേർഡ്സിലാണ് ഉത്തരം എഴുതേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതേണ്ടതാണ് എസ്എ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സ്. ഇത് നമുക്ക് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്ത് എഴുതേണ്ടതാണ്. ഏതാണോ ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സ്. ഇത് കോമൺലി 50 അല്ലെങ്കിൽ 10 to 15 മാർക്സിനാണ് ചോദിക്കുക. ഇത്രയും മാർക്സിൽ ചോദിക്കുമ്പോൾ നമ്മൾ മാർക്സിനനുസരിച്ച് ഉത്തരം എഴുതണം. 250 to 300 വേർഡ്സിൽ വേണം ഉത്തരം എഴുതാനായിട്ട്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അവർ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുക. കാരണം ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സ് ആണ്, എസ്എ അല്ല. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ബ്രീഫ് ആയിട്ട് എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം എഴുതണം. നെക്സ്റ്റ് ടൈപ്പാണ് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയത്തിൽ നിന്നുള്ള ഒരു 3-4 ലൈൻസ് തരും. എന്നിട്ട് അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ വി ഹാവ് ടു അനലൈസ് ദാറ്റ് ലൈൻസ്. അത് ഏത് പോയട്രിയിൽ നിന്നാണ്, ആരാണ് എഴുതിയത്, റൈറ്റർ ആരാണ്, പോയറ്റ് ആരാണ്, വാട്ട് ഇസ് എ സിറ്റുവേഷൻ, തീം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. മാർക്സ് അനുസരിച്ച് എഴുതണം. 10 to 20 മാർക്സ് ഈ ഒരു റേഞ്ചിൽ ഒന്നെങ്കിൽ 10 മാർക്സിന് ചോദിക്കാം അല്ലെങ്കിൽ 20 മാർക്സിനും ചോദിക്കാം. സോ മാർക്സ് അനുസരിച്ച് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നേരത്തെ പറഞ്ഞ പോലെ 20 മാർക്സിനാണ് ചോദിക്കുക. ഒരു പോയട്രിനെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ കമന്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്പെസിഫിക് തീംസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. സോ 20 മാർക്സിന് ചോദിക്കുമ്പോൾ നമുക്കറിയാലോ 400 to 500 വേർഡ്സ് നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് June 21, December 21, June 22, December 22, June 23 ഈ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ശതമാനം ടോട്ടൽ ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ബ്ലോക്ക് 1 12%, ബ്ലോക്ക് 2 20%, ബ്ലോക്ക് 3 20%, then block 4 17%, block 5 14%, block 6 8%, block 7 5%, block 8 1%, block 9 16% and block 10 10%. ഇനി ട്രെൻഡ് വിഷ്വലൈസേഷൻ, അതായത് നമുക്ക് ഇവിടെ ഒരു മാപ്പ് കാണാൻ വേണ്ടി പറ്റും, ഒരു ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. ഈ ഗ്രാഫ് 3 ലൈൻസ് നമുക്ക് കാണാം. ഏറ്റവും താഴെയുള്ള റോസ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസിനെയാണ്. തൊട്ടു മുകളില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയാണ്. ഏറ്റവും ടോപ്പിൽ കാണുന്ന റെഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ
ക്വസ്റ്റ്യൻ എത്ര വെയിറ്റേജ് ഈ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ജൂൺ 2022 ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ടിട്ട് ജൂൺ 2024 ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ലോയിൽ കിടക്കുന്നത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് തൊട്ട് മുകളിൽ 20% വന്നിരിക്കുന്നത് ക്രിട്ടിക്കൽ ആപ്രിസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ടോപ്പിൽ 60% വന്നിരിക്കുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് 60% വന്നിരിക്കുന്നത്. അതുപോലെ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആപ്രിസിയേഷൻ 20% ആണ്. പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ് വന്നിട്ടുള്ളത്. ഇനി പാറ്റേൺ ഹൈലൈറ്റ്. സോ ഡോമിനൻസ് ഓഫ് എസ്സേസ് ആണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിച്ചിട്ടുള്ളത്. 60% ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് റിമെയിൻ സ്റ്റേബിൾ 20% നമുക്ക് നേരത്തെ നമ്മൾ ഗ്രാഫിൽ കണ്ടോളൂ. അതേപോലെ തന്നെ മിനിമൽ ഷോർട്ട് നോട്ട് യൂസേജ്, ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല. ഇനി എങ്ങനെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്താനായിട്ട്? പ്രിപ്പറേഷൻ ടിപ്പ്. ഇനി 3 hour 180 minutes 3 hourലാണ് നമുക്ക് എക്സാം വരിക. 100 മാർക്സിലാണ്. സോ വി ഹാവ് ടു അലോക്കേറ്റ് അവർ ടൈം അക്കോർഡിംഗ്ലി. ടൈം അതിനനുസരിച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. എത്രയാണ് മാർക്സ് അതിനനുസരിച്ച് വേണം നമ്മൾ സമയം അലോക്കേറ്റ് ചെയ്യാൻ. അപ്രോക്സിമേറ്റ്ലി 108 minutes 60% ഫോർ എസ്സേ ക്വസ്റ്റ്യൻസ്. 36 minutes ഈച്ച് 36 മിനിറ്റ് ഓരോന്നിനും എടുത്തിട്ട് 108 minutes വേണം നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. ഇനി 36 minutes 20% ഫോർ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് 18 minutes ഈച്ച്. 18 minutes ഈച്ച് ഓരോന്നിനും 18 minutes എടുത്തിട്ട് ടോട്ടൽ 36 minutes വേണം നമ്മൾ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ടോട്ടൽ 36 minutes എടുത്തിട്ട് 20% ഫോർ ക്രിട്ടിക്കൽ ആപ്രിസിയേഷൻ. ക്രിട്ടിക്കൽ ആപ്രിസിയേഷൻ ക്വസ്റ്റ്യൻസിന് 36 minutes, മൊത്തം 36 minutes എടുക്കണം. സോ ഇങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് ഇതുപോലെ വേണം എന്നല്ല, എന്നാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും. യൂസ് ഇനീഷ്യൽ മിനിറ്റ്സ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ടു പ്ലാൻ സ്ട്രക്ചേർഡ് പോയിന്റ്സ് എൻഷുറിംഗ് കൊഹറന്റ് ആർഗ്യുമെന്റ് ആൻഡ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്. ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് അത് വായിച്ചു നോക്കുക. 1-2 തവണ വായിച്ചു നോക്കുക. പിന്നെ നമ്മളുടെ മൈൻഡിൽ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസിന് ഇത്ര പോയിന്റ് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ തുടങ്ങാൻ. പിന്നെ ഇതേപോലെ തന്നെ ഓരോ ചോദ്യത്തിന് എത്ര സമയം നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതും നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. എന്നാൽ മാത്രമേ 3 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് വളരെ പ്ലാൻ ചെയ്ത് ഉത്തരങ്ങളെല്ലാം എഴുതി പിന്നെയും ഒന്നും കൂടി അതൊന്ന് വായിച്ചു നോക്കി ഫൈനലൈസ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ആവർത്തിച്ച് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ക്രിറ്റിക്കലി അപ്രീഷിയേറ്റ് ദ വേസ്റ്റ്ലാൻഡ് ബൈ ടി.എസ്. എലിയറ്റ്. 5 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. Now, second question is discuss features of metaphysical poetry with reference to John Donne. 4 തവണയാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ അനലൈസ് മിലിറ്റൻസ് ലിസിഡാസ് ഹൈലൈറ്റിംഗ് ക്ലാസിക്കൽ ആൻഡ് ക്രിസ്ത്യൻ എലമെന്റ്സ്. 4 തവണയാണ് ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഡിസ്കസ് മാക്ഫ്ലെക്നോയ് ആസ് എ മോക്ക് ഹീറോയിക് പോം. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഫിഫ്ത് വൺ എവാലുവേറ്റ് സ്പെൻസേഴ്സ് എമറിറ്റി സോണറ്റ്സ് എംഫസൈസിംഗ് സെൻഷ്വൽ ഇമേജറി. 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. സിക്സ്ത് വൺ ക്രിറ്റിക്കലി വാലുവേറ്റ് കോളറിറ്റ്സ് കുബ്ലാഖാൻ. കുബ്ലാഖാനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ 4 തവണ വന്നിട്ടുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ ഡിസ്കസ് സെയിലിംഗ് ടു ബൈസൻഷ്യം ബൈ W.B. Yeats. അത് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. എയ്ത്ത് വൺ അസസ് ഫിലിപ്പ് ലാർക്കിൻസ് കോൺട്രിബ്യൂഷൻ ടു മോഡേൺ പോയട്രി. 3 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ചോസേഴ്സ് ക്യാരക്ടറൈസേഷൻ ഇൻ ദ കാൻറ്റർബറി ടേൽസ്. 3 തവണയാണ് വന്നിട്ടുള്ളത്. ആൻഡ് 10ാമത്തെ ചോദ്യം ഡിസ്കസ് സിൽവിയ പ്ലാത്സ് തീം ഓഫ് ഡെത്ത് ആൻഡ് സൂയിസൈഡ്. 2 തവണ. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് 10 റെക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് എത്ര തവണ വന്നിട്ടുണ്ട്, ആവറേജ് മാർക്സ്. ക്രിറ്റിക്കലി അപ്രീഷിയേറ്റ് The Wasteland by T.S. Eliot. Block 9, Unit 45,
5 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് മാർക്സ് 20 മാർക്സിനാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് മെറ്റഫിസിക്കൽ പോയട്രി വിത്ത് റെഫറൻസ് ടു ജോൺ ഡൺ, ബ്ലോക്ക് 3 യൂണിറ്റ് 13, 4 തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് ഇസ് 20. Next, third one, analyze Milton's Lycidas, classical or Christian elements, block 4, unit 20, 4 times ആണ് question paper lo vannittulladu and marks 20 marks. Now, next question, discuss Mac Flecknoe as a mock heroic pope, block 5, unit 24, 4 തവണ ചോദിച്ചിട്ടുണ്ട് and 20 marks ആണ്. Next question, evaluate Spencer's Amoriti sonnet, sensual imagery, block 2, unit 10, appearance 4 times, 4 തവണ വന്നിട്ടുണ്ട് and marks 20. Next is critically evaluate Kubla Khan by Coleridge, block 6, unit 30, 4 തവണയാണ് വന്നിട്ടുള്ളത് and 20 marks. Now discuss Sailing to Byzantium by W. Yeats, block 9, unit 44, 3 തവണയാണ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് and marks is 20. Now assess Philip Larkin's contribution to modern poetry, block 10, unit 49, 3 times ആണ് ചോദിച്ചിരിക്കുന്നത് and average marks 20. Next is note on Chaucer's characterization in the Canterbury Tales, block 1, unit 5, 3 തവണയാണ് ചോദിച്ചിരിക്കുന്നത് and marks 20. Next, discuss Sylvia Plath's theme of death and suicide, block 10 വരുന്നതാണ് unit 50, 2 തവണ ചോദിച്ചിട്ടുണ്ട്, 2 തവണ question paperൽ വന്നിട്ടുണ്ട് 20 marks. Okay. Now pie chart. ഈ pie chartൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അപ്പിയറൻസ് ഓരോന്നിനും ഇപ്പൊ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ടേബിളിൽ കണ്ട പോലെ തന്നെ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ പൈ ചാർട്ടിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ചോദ്യവും അതിന്റെ എത്ര തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതിന്റെ പെർസെൻറ്റേജും ആണ് ഇവിടെ പൈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ സെയിം ടേബിൾ തന്നെയാണ് അത് പൈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം, ഡിപ്പെൻഡിങ് ഓൺ ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ അപ്പിയറൻസ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ്, നമ്മൾ ഇനി എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി നമ്മളുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ക്വിക്ക് ഔട്ട്ലൈൻ. സ്പെൻഡ് ഫസ്റ്റ് 5 minutes ക്വിക്ലി ഔട്ട്ലൈനിങ് യുവർ ആൻസർ സ്ട്രക്ചർ. ആദ്യം നമ്മൾ ചോദ്യം വായിച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് നമ്മളുടെ മൈൻഡിൽ തന്നെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയായിരിക്കണം, കീ പോയിന്റ്സ് എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എക്സാമ്പിൾസ്, കൺക്ലൂഷൻ, ഇങ്ങനെ നമ്മൾ ക്വിക്കായിട്ട് നമ്മളുടെ മൈൻഡിൽ ഒരു 5 minutes കൊണ്ട് ആ ഒരു ആൻസർ പ്ലാൻ ചെയ്യണം. And next one is focused writing. Allocate about 20 minutes per question for writing, ensuring clarity, textual evidence and critical analysis. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 25 minutes നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ 25 minutesന്റെ ഉള്ളിൽ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ക്ലാരിറ്റിയോട് കൂടി ആൻസർ എഴുതണം. അതുപോലെ എവിഡൻസ്, അതുപോലെ തന്നെ അനാലിസിസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ദെൻ ടൈംഡ് റിവിഷൻ. പ്രാക്ടീസ് ഈച്ച് ഓഫ് ദീസ് ടോപ്പ് 10 questions അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 questions ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ടോപ്പ് 10 questions മാത്രമല്ല, അതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് വൈസ് പ്രയോറിറ്റി, റെലവൻസ് ഉള്ള ഓരോ ബ്ലോക്കും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം എക്സാം ഫേസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല മാർക്സോടുകൂടി നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ടോപ്പ് 10 questions നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. സോ ദാറ്റ് വിൽ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് ആൻഡ് ഹെൽപ്സ് യു ടു മാനേജ് ടൈം ഇഫക്റ്റീവ്ലി. ഇനി ഇവിടെ പ്രോബബിലിറ്റി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്കും അനുസരിച്ച്, യൂണിറ്റ് അനുസരിച്ച് ടോപ്പിക്കും അതുപോലെ തന്നെ പ്രോബബിലിറ്റി നമുക്ക് കാണാം.
കാറ്റഗറി മീഡിയം ആണോ ലോ ആണോ എന്ന് കാണാം. അതിന് മുകളിൽ തന്നെ നമുക്ക് 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ, ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും പ്രോബബിലിറ്റിയും നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഈ 1, 2, 3 എന്നുള്ളത് എന്താന്നുള്ളതും കൂടിയും പറയാം. ഓക്കെ, സോ ബ്ലോക്ക് 9 യൂണിറ്റ് 45 the base length by TS Eliot 62.50% medium. Next block 3 unit 13 metaphysical poetry John Donne 50 medium, 50% medium. Now block 4 unit 20 Lycidas by Middleton 50% medium. Block 5 unit 24 Mac Flecknoy by Dryden 50% medium. Now block 2 unit 10 Emeritus Sonnet by Spenser 50% medium. Block 6 unit 30 Kubla Khan by Coleridge 50% medium. മീഡിയത്തിൽ തന്നെ നമ്മൾ മുകളിൽ 1, 2, 3, 4, 5, 6 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്, 1 appeared in 5 out of 8 recent papers. 1 എന്ന് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 പേപ്പറിൽ 5 പേപ്പറുകളിലും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി 2 to 6 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, കൺസിസ്റ്റൻസി featured in 4 of the last 8 sections. ലാസ്റ്റ് 8 പേപ്പറിൽ 4 എണ്ണത്തിലും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 to 6 എന്ന നമ്പർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ മീഡിയം 1, 2, 3, 4, 5, 6 എന്ന് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 9 യൂണിറ്റ് 44 സെയിലിംഗ് ടു ബൈസൻഷ്യം by East 37.50, that is low. And block 10 unit 49 Philip Larkin's poetry 37.50, again low. Then block 1 unit 5 Canterbury Tales by Chaucer 37.50%, low. Block 10 unit 50 Sylvia Plath's theme 25%, again low. ഇനി പ്രയോറിറ്റി ലിസ്റ്റ്, പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി. മീഡിയം പ്രയോറിറ്റി നോ ടോപ്പിക്സ് കറന്റ്ലി മീറ്റ് ദിസ് ത്രെഷോൾഡ്. ഇനി മീഡിയം പ്രയോറിറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ മീഡിയം ടു ലോ പ്രയോറിറ്റി ആണ് ഉണ്ടായത്. അപ്പൊ മീഡിയം പ്രയോറിറ്റിയിലാവുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഡീറ്റെയിൽഡ് ക്രിട്ടിക്കൽ ആപ്രിസിയേഷൻ. അതുപോലെ തന്നെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഓരോ പോകത്തിന്റെയും നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വീക്ക്ലി ഓർ റിവ്യൂസ്, ഫ്രീക്വന്റ് റിവ്യൂസ് റെക്കമെൻഡ് ടു ദ മെയിൻ സ്ട്രോങ് റൺ. നല്ല രീതിയിലുള്ള റിവിഷൻ നമുക്ക് അത്യാവശ്യമാണ് മീഡിയം ക്വസ്റ്റ്യൻസിനൊക്കെ. നെക്സ്റ്റ് ലോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, ലോ ആണെങ്കിൽ അതിന് നമ്മൾ ക്വിക്ക് തീമാറ്റിക് ഓവർവ്യൂ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ റിവിഷൻ ടൈമിൽ ഇതുപോലെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബ്രീഫ് സമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഇതൊരു വിഷ്വലൈസേഷൻ ആണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിന് തന്നെ ഓറഞ്ച് അതുപോലെ തന്നെ റെഡ് വെച്ച് വിഷ്വലൈസ് ചെയ്യാം. റെഡ് മീൻസ് ഇൻഡിക്കേറ്റ്സ് ലോവർ ഒക്കറൻസ് ആൻഡ് ഓറഞ്ച് മീൻസ് മീഡിയം ഒക്കറൻസ്. ഇനി നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളുടെ ബ്രിട്ടീഷ് പോയട്രിയുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രഡിക്ഷൻ ആണ്. ഇവിടെ കാണാം, ഇങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ്, ടേം ആൻഡ് എക്സാം, ജൂൺ 2025. MEG 01 British poetry, time 3 hours and maximum marks 100. Note, first one, attempt 5 question in all, and question number 1 is compulsory. All question carry equal marks. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദ ഫോളോയിങ് പാസേജസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് അപ്ലൈയിങ് ക്രിട്ടിക്കൽ കമാൻഡ്സ് വെയർ എവർ നെസസറി. 2 into 10 20, രണ്ടെണ്ണം എഴുതുക, 20 marks. ഓക്കെ, എക്സ്പ്ലെയിൻ എനി ടു. അതുപോലെ ആൻസർ എനി 4, 4 ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആൻസർ എനി 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എനി 4. ആൻഡ് നെക്സ്റ്റ് ഡിസ്കസ് ഹൗ മിൽട്ടൺ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, 9 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എനി 4 നമ്മൾ ചെയ്യണം. എനി 4 മീൻസ് 20 ഈച്ച്, 4 എണ്ണത്തിനും 20 മാർക്സ് ആണ് വരിക. എനി 4 എന്ന് പറയുമ്പോൾ ഓരോന്നിനും 20 മാർക്സ് ആണ്. സോ 80. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 into 10 20, രണ്ടെണ്ണം ഇതിൽ നിന്നും എഴുതുക, അപ്പൊ 20 ആവും. ഇവിടുന്ന് 4 എണ്ണം എഴുതുക, അപ്പൊ എത്രയാവും, 80 ആയിരിക്കും. 4 into 20 80.
ഇവിടെ 2 into 10 20. അങ്ങനെ ടോട്ടൽ 100 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നല്ല രീതിക്ക് പഠിക്കുക, സ്റ്റേ ഫോക്കസ്ഡ്. ഈ സീരീസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഗൈഡ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്യുക. നല്ല രീതിയിൽ എക്സലന്റ് മാർക്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഗ്നോ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.